എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ 2002 റിലീസായ മാധവൻ്റെ റൺ എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടു. ഇത് ഞാൻ ആക്ച്വലി പടം ഞാൻ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പടം ഉണ്ടെന്നറിയാം. ഇതിൻ്റെ പാട്ടുകൾ ഞാൻ സൺ മ്യൂസിക്കിൽ കേട്ടിട്ടുണ്ട്, അല്ല പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഈ ഇടയ്ക്ക് ഇപ്പം തമിഴ്നാട്ടിൽ ഇത് വീണ്ടും റിലീസായിരുന്നു. സോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടു നോക്കിയതാണ്. എനിക്ക് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പടം കണ്ടപ്പോൾ എനിക്കൊരു ഓക്കെ ഫീല് മാത്രമായിട്ടാണ് തോന്നിയത്. ഞാനിത് ഭയങ്കര കൊമേഴ്ഷ്യൽ സക്സസ് ആണ് ആ ഒരു ടൈമിലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊരു ഓക്കെ ഫീൽ മാത്രമാണ്. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, എടാ ഞാൻ റൊമാൻറ്റിക് പടങ്ങളുടെ ആളല്ല. ഒന്ന്, ചുരുക്കം ചില പടങ്ങൾ മാത്രം ഞാൻ അങ്ങനെ കാണും എന്ന് വെച്ചാൽ ഇഷ്ടമാണെന്നല്ലാതെ അങ്ങനെ ഞാൻ റൊമാൻറ്റിക് പടങ്ങളുടെ ആളല്ല. ഒന്ന്. രണ്ട്, എനിക്ക് അന്നത്തെ ആ ഒരു റൊമാൻസ് ഒക്കെ ഇന്ന് കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു. ചില ഡയലോഗ്സ് ഒക്കെ എന്തോന്ന് എഴുതി പിടിപ്പിച്ച് വെച്ചേക്കണം എന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ പക്ഷേ ലുക്ക് വൈസിലേക്ക് കൊള്ളാം. മാധവനൊക്കെ എന്ത് രസമാണ്. അതിൽ ഭയങ്കര സ്റ്റൈലിഷ് ലുക്കാണ്. അവിടെ ഒരു സമയത്ത് തമിഴ്നാട്ടിലെ മറ്റേ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നല്ലോ ഇവിടുത്തെ കുഞ്ചാക്കോ ബോബനാണെങ്കിലും. പിന്നെ ഇതിലെ ഫൈറ്റ് സീന്, പ്രത്യേകിച്ച് ഒരു ഷട്ടർ ഫൈറ്റ് സീന് പരിപാടിയൊക്കെ ഉണ്ട്. വിഷയ് സാധനം എന്ന് പറഞ്ഞാൽ വൻ ഓറ അതിനകത്തൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ ആ ഒരു കൈൻഡ് ഓഫ് തമിഴ് പടങ്ങളിൽ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് വരുന്ന സാധനമാണ് കോമഡി സീൻസ് എന്ന് പറയണത്. ലൈക്ക് ചിലതൊക്കെ ഓക്കെ, പക്ഷെ ചിലതൊക്കെ ഭയങ്കര ഓവറായതുപോലെ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ കമ്മിങ് ടു കോമഡി എന്ന് പറയുന്നത് ഇതിൽ വിവേകാണ് ചെയ്യണത്. എനിക്ക് ചിലതൊക്കെ ഓക്കെ, പക്ഷെ ചിലതൊക്കെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി എനിക്ക് തോന്നിപ്പോയി. പക്ഷെ മൊത്തത്തിൽ ഓക്കെ കണ്ടിരിക്കാന്നുള്ള ഒരു സാധനമാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കണ്ടുകൊണ്ടായിരിക്കും. മേ ബി അന്ന് അങ്ങനെ ആയിരിക്കുമല്ലോ, ഓരോരുത്തരുടെ ചിന്താഗതി വ്യത്യസ്തമായിരിക്കുമല്ലോ. സോ അത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി സംസാരിക്കാം. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.